ഇപ്പൊ നമ്മുടെ മാർക്കോ എന്ന് പറയുന്നത് 18+ ലൈക്ക് വയലൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കംപ്ലീറ്റ് മൂവിയാണ്. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ജനത തന്നെ പിടിക്കാനാണോ അല്ലാതെ നമ്മളെല്ലാ ജോണറും ആഗ്രഹിക്കല്ലോ. എല്ലാ പ്രൊഡ്യൂസേഴ്സും ഒരു ജോണർ തന്നെ പിടിക്കണമെന്ന് ആരും നോക്കില്ല. നമുക്ക് ഏതാണോ ബെറ്റർ, അതായത് ഇതൊക്കെ തന്നെ വന്ന് സംഭവിക്കുന്നതാ, നമ്മളായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങളല്ലോ. പ്രൊഡ്യൂസറിന്റെ ഭാഗത്തുനിന്ന് ഡയറക്ടർ ഒരു പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്യും, പക്ഷെ പ്രൊഡ്യൂസർക്ക് അത് വന്ന് സംഭവിക്കുന്നതാണ്. അപ്പം അടുത്ത ജോണർ നമ്മളുടെ മനസ്സിൽ കുറച്ച് ആഗ്രഹങ്ങളുണ്ട്. ഞാൻ കഴിഞ്ഞ ഇന്റർവ്യൂസിലൊക്കെ പറഞ്ഞത് നമുക്കൊരു സൂപ്പർ ഹീറോ പ്രൊജക്ട്, പിന്നെ ഈ പക്ക ഹൊറർ മൂവീസ്. കാരണം ഇങ്ങനെ മലയാളത്തിൽ അങ്ങനത്തെ ഒരു ഹൊറർ മൂവി വന്നില്ല. നമുക്കൊരു നണ്ണും കോൺജുറിങ് പോലത്തെ ഒരു മൂവി അത് വരണം, മലയാളത്തിൽ നിന്ന് വരണം. അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നു. നടക്കും ഉറപ്പില്ല, പക്ഷെ ആഗ്രഹിക്കുന്നു. അതെ, അതൊക്കെയാണ് അപ്കമിങ് പ്രോജക്ട്സിന്റെ ആഗ്രഹങ്ങളാണ് ഞാൻ പറഞ്ഞത്. അതെ. ഓക്കെ. സോ ഇതിൽ ഫീമെയിൽ ഓറിയന്റഡ് എന്ന് പറയുന്ന ഭാഗം വളരെ കുറവാണ്. നമുക്ക് അങ്ങനെ ഒരു ഫീമെയിൽ ആ ഒരു കാര്യത്തിനെ കാണുന്നില്ല. സോ ഒരു പവർ പാക്ക് ആയിട്ടുള്ള ഫീമെയിൽ ഓറിയന്റഡ് ആയിട്ടുള്ള മൂവി നമുക്ക് പ്രതീക്ഷിക്കാവോ? നല്ലൊരു പ്രോജക്റ്റ് ഉണ്ടോ എന്തെങ്കിലും ചെയ്യും. പിന്നെ ഇതിൽ ഫീമെയിൽസിന് ഇമ്പോർട്ടൻസ് ഇല്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം ഫീമെയിൽസ്, ഇഷാന്റെ ഗേൾഫ്രണ്ട്, ശരിക്കും ഇഷാനും ഗേൾഫ്രണ്ട് വെച്ചിട്ടാണ് മൂവി പോകുന്നത്. പിന്നെ നായികയുണ്ട്, പിന്നെ ആ ഫാമിലിയിൽ ഉള്ള ലേഡീസ് എല്ലാവരും ഉണ്ടല്ലോ. അങ്ങനെ ഫീമെയിൽ തീരെ കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്ത മൂവി ഒന്നുമല്ല, ഒരിക്കലും ഇല്ല, അതിനൊരിക്കലും. പിന്നെ സിനിമയുടെ കഥയ്ക്ക് അനുസരിച്ചിട്ടാണ് ഇതിലെ കാസ്റ്റിംഗ് വന്നത്. അപ്പൊ അതനുസരിച്ചിട്ട് ഒരു മെയിൽ ഓറിയന്റഡ് രീതിയിലേക്ക് പോയിട്ടുണ്ടായിരിക്കും, അല്ലാതെ ഒരിക്കലും അതൊരു മനഃപൂർവ്വം ചെയ്ത കാര്യങ്ങളല്ല. സോ ഇവിടെ UAE ഇപ്പൊ സെറ്റിൽ ആയിരിക്കുന്നത് വൈഫ്, കുട്ടികൾ, ആ രീതിക്കാണ്. ബാക്കി ഫാമിലി എന്ന് പറയുമ്പോൾ ഞാൻ ഒറ്റ മകനാണ്. എനിക്ക് ബ്രദേഴ്സും സിസ്റ്റേഴ്സും ഇല്ല. പിന്നെ ഫാദർ എനിക്ക് 6 വയസ്സിലും മരണപ്പെട്ടു. മദർ മരണപ്പെട്ടിട്ട് ഇപ്പോൾ 8 വർഷമായി. അതെ, ഇപ്പോൾ ഇവരാണ് എന്റെ ഫാമിലി. ഈ ഇരിക്കുന്ന മാർക്കോ മൂവിയിൽ ഏറ്റവും കൂടുതൽ ബ്ലഡ് ഷെഡ് ആയി കഴിഞ്ഞാലും, അതേപോലെ തന്നെ ഡിഫൻഡേഴ്സ്, സിഗർ, ഇതെല്ലാം പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ ഏറ്റവും വലിയ പാർട്ടാണ് ടെക്നിക്കൽ സൈഡ്. അതെ 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 ടെക്നിക്കൽ സൈഡ് എന്ന് പറയുമ്പോൾ ചന്ദ്രു DOP, അതിന്റെ ഫ്രെയിംസ് നിങ്ങളെല്ലാവരും ടീച്ചറായാലും സിനിമയിലും ഭയങ്കരമായിട്ട് ആസ്വദിച്ചതാണ്. ചന്ദ്രുവിൻ്റെ ഒക്കെ ഒരു പാട്ട് സിനിമയ്ക്ക് ഭയങ്കരമായിട്ട് ഗുണം ചെയ്തിട്ടുണ്ട്. ചന്ദ്രു മാത്രമല്ല, പിന്നെ കലൈ കിങ്സൺ, അതായത് സിനിമയുടെ ഫൈറ്റ് മാസ്റ്റർ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, കാരണം പുള്ളി ഇന്ത്യ കണ്ട ഏറ്റവും ബെസ്റ്റ് ഫൈറ്റ് മാസ്റ്റർ. കാരണം ആളുടെ പുള്ളിയുടെ കമ്മിറ്റ്മെൻറ്റും എല്ലാവരുടെ കമ്മിറ്റ്മെൻറ്റും ഉണ്ടെങ്കിൽ പുള്ളിയുടെ ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിരുന്നു. കാരണം ആദ്യമായിട്ട് എനിക്കൊരു ഫൈറ്റ് മാസ്റ്റർ വന്നിട്ട് VFXൽ കാര്യങ്ങൾ ചെക്ക് ചെയ്തിരിക്കുന്നതൊക്കെ വെച്ചാൽ അത്രയും കമ്മിറ്റഡ് ആയിരുന്നു പുള്ളി. പിന്നെ ഷമീർ മുഹമ്മദ് എടുത്ത് പറയണം, കാരണം പുള്ളി എഡിറ്റർ. ഷമീറൊക്കെ വന്നത് നമ്മളുടെ ഭാഗ്യമാണ്. കാരണം ഷമീറിനെ പോലത്തെ ഒരാൾ ഇതിൽ കട്ട്സ് ഇരിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി വിശ്വാസമായിരിക്കും. അപ്പോൾ ഷമീറിൻ്റെ ഭാഗത്തു നിന്നുള്ള എഫേർട്ടൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ഗുണം ചെയ്തിട്ടുണ്ട്. പിന്നെ ആർട്ട് ഡയറക്ടർ സുനിൽ ദാസ്, സുനിലേട്ടനൊക്കെ എന്താണോ മനസ്സിലാഗ്രഹിച്ചത് അതുപോലെ പുള്ളിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് പുള്ളിയും നമുക്കൊരിക്കലും അതൊരു ആർട്ട് വർക്കാണ്, സെറ്റാന്ന് പറയാത്ത രീതിയിൽ പുള്ളി ചെയ്തിട്ടില്ല. പുള്ളിയുടെ ഒക്കെ ഒരു മൈൻഡ് സെറ്റ് എന്താ പറയുക, കുറച്ചും കൂടി ഒരു ഫോർവേഡ് തിങ്കറാണ് പുള്ളി. പിന്നെ ഏറ്റവും എടുത്ത് പറയേണ്ട മ്യൂസിക് ഡയറക്ടർ രവി ബസു സാറാണ്. അദ്ദേഹത്തിനെ കുറിച്ച് പിന്നെ നമുക്കൊന്നും ചിന്തിക്കേണ്ട, കാരണം പുള്ളി ഒരു ലെജൻഡ് ആയതുകൊണ്ട് പുള്ളി വന്നത് നമ്മൾ ഈ സിനിമയ്ക്ക് ഭയങ്കരമായിട്ട് ഗുണം ചെയ്തിട്ടുണ്ട്. പിന്നെ എല്ലാ ടെക്നീഷ്യൻസും, ബാക്കി എല്ലാ ഇതിൻ്റെ ബാക്കിൽ നിന്ന ആൾക്കാരും, ആക്ച്വലി ഈ ഫ്രണ്ട് എൻഡിൽ നിന്ന ആൾക്കാർ മാത്രമല്ല, ഈ ബാക്കിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരു അസിസ്റ്റൻസ് ഉണ്ട്, അവരൊക്കെ ഭയങ്കരമായിട്ട് ഈ സിനിമയ്ക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈവൻ നമ്മളുടെ കൂടെ വന്നിരുന്ന് നമുക്ക് ഭക്ഷണം തന്നിരുന്ന ചേട്ടന്മാർ വരുന്നുണ്ട്, അവരുടെയൊക്കെ സപ്പോർട്ട് ഭയങ്കര വരുന്നു. കാരണം നമ്മൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലൊക്കേഷനിൽ ഞാൻ കൂടുതലായിട്ട് ഇവരുടെ അടുത്ത് പോയിരിക്കാറുണ്ട്. കാരണം നമ്മൾ ഭക്ഷണം കഴിക്കാനായാലും ചായ കുടിക്കാനായാലും ചെന്നിരിക്കുമ്പോൾ അവർ നമുക്ക് തരുന്നൊരു സപ്പോർട്ടുണ്ട്. കാരണം ഈ സിനിമനെ അവർ കാണുന്നതും അവരുടെ ഇൻവോൾവ്മെന്റും, അപ്പോൾ അവരുടെ ഒരു സത്യത്തിൽ നമ്മൾ മോട്ടിവേറ്റഡ് ആവുന്നത് അവരുടെ ഒരു ഉത്സാഹം കണ്ടിട്ടാണ്. അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾക്ക് സെക്യൂരിറ്റി ചേട്ടൻ വരെ, പുള്ളിയൊക്കെ ഭയങ്കര എന്താ പറയാ, നമ്മൾ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത്, എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പേഴ്സണലി. അപ്പോൾ ഞാൻ എല്ലാവരോടും അതിന് കടപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ എല്ലാവരും ഞാൻ നന്ദിയും പറയണം ഈ അവസരത്തിൽ. എല്ലാവരുടെയും ഒരു ടീം സ്പിരിറ്റ് ആണ് ആ മൂവിയുടെ 100%. ഫുഡ് തരുന്ന ചേട്ടന്മാര് പ്രത്യേകം പറയണം. ഫുഡ് തരുന്ന ചേട്ടന്മാര് ഭയങ്കര കെയറിങ്. നോർമലി ചിലപ്പോൾ എല്ലാ സിനിമയിലും അങ്ങനെ ആയിരിക്കാം, പക്ഷെ നമ്മൾ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് അവരുടെ ഒക്കെ ഒരു എന്താ പറയാ, നമ്മളോട് കാണിക്കുന്ന ഒരു ഇഷ്ടമുണ്ടല്ലോ, ഒരു ജെനുവിനിറ്റിയാണ്. അതായത് ഒരു അഭിനയിച്ചിട്ടല്ല കാണിക്കുന്നത്, അതൊരു ജെനുവിൻ സ്നേഹം കാണിക്കും നമുക്ക് ഭയങ്കരമായിട്ട്. പ്രഗ്നന്റ് ആണെന്ന് ലൊക്കേഷനിൽ വെച്ചിട്ട് അറിഞ്ഞത്. അപ്പൊ ആ സമയം തൊട്ട് എനിക്ക് ഓരോ 5 മിനിറ്റ്സിലും ജ്യൂസും ടെൻഡർ കോക്കനട്ടും ഒക്കെ ആയിട്ട് ഇങ്ങനെ കൊണ്ടുവരുമായിരുന്നു. പറയാണ്ട് തന്നെ ഭയങ്കര കെയറിങ് ആയിരുന്നു. എന്റെ വീട്ടിലുള്ളതിനേക്കാളും കെയറിങ് ആയിരുന്നു അവർ എൻ്റെ അടുത്ത്. ഭയങ്കര സ്നേഹമായിരുന്നു. നമ്മളിങ്ങനെ പോയി ബ്രേക്ക്, ഇവരുടെ ക്ലാസ് അനുസരിച്ച് ഇങ്ങനെ പോയിട്ട് വന്നിട്ട് നിൽക്കുമായിരുന്നു. ഇപ്പം ഇതിൽ ഇത്രയും നല്ല ഗ്ലാമറസ് ആയിട്ടുള്ള വില്ലന്മാരും നമ്മുടെ ഹീറോ എക്സ്ട്രീം
ഹാൻസം, അതേപോലെ തന്നെ ബാക്കി എല്ലാവരും അതിൽ ആരെയും ഒന്നും പറയാനില്ല, എല്ലാവരും ഒന്നിനൊന്ന് വെച്ചാണ്. സോ ഇത്രയും ലുക്ക് ആയിട്ടുള്ള ഒരു പ്രൊഡ്യൂസർ എന്തുകൊണ്ട് അതിൽ ഫേസ് കാണിച്ചില്ല എന്നും കൂടെ പറയും. അഭിനയിക്കാനും അറിയണ്ടേ? അല്ല, അത് കഴിവുള്ളവർ ചെയ്യട്ടെ. നമ്മൾ അവരുടെ കഴിവുള്ള അവർ ചെയ്യുന്നുണ്ട്, എന്റെ ലിമിറ്റേഷൻ കപ്പാസിറ്റിയുള്ള ഞാനും ചെയ്യുന്നുണ്ട്. എന്നാലും ഒന്ന് ഫേസ് കാണിക്കണം എന്ന് പോലും തോന്നിയില്ല. അല്ല, അങ്ങനത്തെ ഒരു ആഗ്രഹമൊന്നും ഉണ്ടല്ലേ. ആക്ച്വലി ഈ സിനിമയുടെ കഥ പറയുന്ന സമയത്ത് ഒരു ക്യാരക്ടർ എന്നോട് ഹനീഫ് ഫസ്റ്റ് കഥ പറയുന്ന സമയത്ത്, സ്ക്രിപ്റ്റ് പറയുന്ന സമയത്ത് എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഈ ഒരു ക്യാരക്ടർ ബ്രോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട ബ്രോ എടുത്ത് പറഞ്ഞതാണ്. ഓക്കെ, ഇപ്പൊ നമ്മൾ ഈ കാർട്ടൂണിലൊക്കെ കാണില്ലേ, ഡിസ്നി വേൾഡിൽ നിന്ന് വരുന്ന ബ്യൂട്ടിഫുൾ പ്രിൻസ് ഇതുപോലൊക്കെ ഈ കുതിരപ്പുറത്തൊക്കെ വന്ന് ഞങ്ങളെ രക്ഷിക്കും ലാസ്റ്റ്, അങ്ങനെ ആ എൻഡ് അങ്ങനെ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നോ? Sometimes. Okay. But then we realized we're just dead. സോ ഇപ്പം യൂഷ്വലി സാറിന്റെ ഫസ്റ്റ് മൂവിയാണ്. സോ അതിൽ തന്നെ കുട്ടികൾ അഭിനയിക്കുകയാണ്. സോ ഈ ഒരു മൂവിയിൽ അഭിനയിക്കുന്ന സമയത്ത് തന്നെ പൊതുവെ ലൈക്ക് നമുക്കിപ്പോൾ നോർമലായിട്ട് പറയുകയാണെങ്കിൽ ഓക്കെ, ഈ ഒരു മൂവിയിൽ എൻ്റെ മക്കളുടെ ഫേസ് ഒന്ന് കാണിച്ചാൽ മതി, അതിപ്പോൾ ചെറിയ റോളായാലും മതി, അത് നോർമൽ ഫേസ് കാണിക്കുന്നു പോകുന്നു, അത്രേ ഉണ്ടാവുള്ളൂ. ആൻഡ് ഈ ഒരു മൂവിയിലെ വയലൻസ് കംപ്ലീറ്റ്, അതായത് മൂവിയിൽ എന്താണോ ആ ഒരു സംഭവം വെച്ചിട്ടുള്ളത് അതിൽ കംപ്ലീറ്റ് ഇവർ രണ്ടുപേരും ഉണ്ട്. ലൈക്ക് ആ എൻഡിൽ എന്താണുള്ളത്. സോ ഹൗ യു ഫീൽ അബൌട്ട് ദാറ്റ്? എന്റെ മൂത്ത മോൾ തന്നെയാണ് എന്നോട് ആദ്യം പറഞ്ഞത് എനിക്ക് മൂവിയിൽ ആക്ട് ചെയ്യണമെന്ന് പറഞ്ഞത്, മൂവി നമ്മൾ കമ്മിറ്റ് ചെയ്ത സമയത്ത്. അപ്പോൾ ഓക്കെ, പക്ഷെ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഹനീഫ് ഡയറക്ടറോട് നമ്മൾ ഒരിക്കലും എൻ്റെ മക്കളെ അഭിനയിപ്പിക്കണം, അതിന് വേണ്ടിയിട്ട് ഇത് ചെയ്യണം അന്ന് അങ്ങനെ ഒരിക്കലും നമ്മൾ പറഞ്ഞിട്ടില്ല. പക്ഷെ ഹനീഫിന്റെ സ്ക്രിപ്റ്റിൽ ഓൾറെഡി കുട്ടികൾ ഉണ്ടായത് കൊണ്ട് അതിൽ ഞാൻ എൻ്റെ മക്കളെ കാസ്റ്റ് ചെയ്യാനുണ്ടായത്. അത് ഞാൻ ഹനീഫിനോട് ചോദിച്ചു, എൻ്റെ മക്കളെ ആപ്റ്റാണോ? 100% ഹനീഫ് ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ ആ സീൻ, അങ്ങനത്തെ സീൻ എടുക്കുമ്പോൾ നമ്മളുടെ മക്കൾ തന്നെ ചെയ്യുമ്പോൾ വേറെ ആരുടെ ഒരു കൺസെന്റ് വേണ്ടല്ലോ. അപ്പോൾ നമ്മളുടെ കുട്ടികൾ തന്നെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലതെന്ന് നമുക്ക് തോന്നി. പിന്നെ അവർ നന്നായി ചെയ്യുകയും ചെയ്തു. അവരെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ചെയ്യുന്നത്. കാരണം സിനിമയിൽ കാണുമ്പോൾ ഭയങ്കര ബ്രൂട്ടൽ സാധനമാണെങ്കിലും അവര് ലൊക്കേഷനിൽ അത് ഭയങ്കര എൻജോയ് ചെയ്തിട്ടാണ് ചെയ്തത്. കാരണം അതിൻ്റെ ഒരു വീഡിയോ തന്നെ ഞാൻ ഓൺലൈനിൽ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഭയങ്കര എൻജോയ് ചെയ്തിട്ട് അവർ ഇട്ടിട്ടുണ്ട്. പിന്നെ അവര് ഭയങ്കര ജോളിയായിട്ട് അവിടെ കളിച്ച് എല്ലാവരോടും, അവിടെ എല്ലാ കാസ്റ്റിംഗ് ക്രൂവിനോടും ഭയങ്കര കമ്പനി ആയിരുന്നു എല്ലാവരും. അതെ, അല്ലാതെ അവരൊരു എന്താ പറയാ ഒരു സൈഡിൽ മാറി നിൽക്കുക അങ്ങനെയൊന്നുമില്ല. അവരവിടെ കളിച്ച് എല്ലാവരുടെ അടുത്തും പോയി കമ്പനി അടിച്ച്, അവർക്ക് ഭക്ഷണം വേണമെങ്കിൽ അവർ ചേട്ടന്മാരുടെ അടുത്ത് പോയി ഭക്ഷണം ചോദിച്ച് മേടിച്ച് അവർ കഴിച്ച് ഭയങ്കര ജോലിയായിരുന്നു. പിന്നെ കുറെ വേറെ കുട്ടികളുണ്ടായിരുന്നല്ലോ, അവരൊക്കെ എന്താ പറയാ അവരൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇവരെ ഭയങ്കര അവരുടെ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. എല്ലാരും കുട്ടികളെല്ലാരും നന്നായി ചെയ്തിട്ടുണ്ടായി. കുട്ടികളെ കൊണ്ടേ കാണിച്ചില്ല, തിയേറ്ററിൽ കൊണ്ടുപോയിട്ടില്ല. ഇതില് ടിവിയിൽ വരുന്ന സമയത്ത് ഒരുപാട് മാറ്റം, ലൈക് തിയേറ്ററിൽ നിന്ന് കണ്ട ഒരു സംഭവം ആയിരിക്കില്ലല്ലോ ടിവിയിൽ വരുന്നത്. അതെ. അല്ല, തിയേറ്ററിൽ വരുന്നതിൽ ഭയങ്കരമായ മാറ്റങ്ങൾ OTT ഉണ്ടാവും നമുക്ക് പറയാൻ പറ്റില്ല. ഡിജിറ്റലി നമ്മള് എന്തായാലും കട്ട് ചെയ്ത സീൻസ് കൊടുക്കുന്നുണ്ട്. പിന്നെ അവരുടെ ഇഷ്ടമാണുള്ളത് ഇടണോ വേണ്ടതെന്നുള്ളത്. പിന്നെ മക്കളെ കാണിക്കാനായിട്ട് എന്തായാലും ഞാനൊരു പ്രിവ്യൂ ചെയ്യും, ഞാൻ എന്തായാലും അവർക്ക് കാണാനായിട്ട്.